ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതിയായ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. നേരത്തെ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിന് പോലീസ് വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു. അതുമാത്രമല്ല, അഭിഭാഷക അസോസിയേഷൻ, ബാർ അസോസിയേഷൻ ഇയാളെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. വഞ്ചിയൂർ കോടതിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ യുവ അഭിഭാഷകയായ ഷാമിലിയെ കഴിഞ്ഞ ദിവസമാണ് ബെയിലിൻ ദാസ് മർദ്ദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് വിവരങ്ങൾ? ബെയിലിൻ ദാസിനെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്? മഞ്ജുഷ, തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡി എടുത്തത്. വഞ്ചൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബെയിലിൻ ദാസിനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് ഉദ്യോഗസ്ഥർ ആ സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്ത് ഇവിടേക്ക് എത്തിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നാളെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ നാളെ കോടതി പരിഗണിക്കുകയാണ്. ഇന്നാണ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. വൈകാതെ ഇയാളുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് പോലീസ് കോടതി ജാമ്യ ഹർജി വരുന്നതിന് മുമ്പ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വലിയ സമ്മർദ്ദം പോലീസിനുണ്ട്. കാരണം കേരളമാകെ ശ്രദ്ധിച്ച ഒരു കേസാണ്, വലിയൊരു സംഭവമാണ്. അതിൽ ഇതുവരെയും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിന് വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. പോലീസ് നാണക്കേടാകുന്ന ഒരു സംഭവമാണ്. കാരണം ഈ സംഭവം നടന്ന വഞ്ചൂർ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് എന്ന് പറയാവുന്ന സ്ഥലത്ത് തന്നെയാണ്. എന്നിട്ടും പ്രതി ഇതിനുശേഷം 2 മണിക്കൂറോളം സ്ഥലത്തുണ്ടായിരുന്നിട്ടും അയാളെ കസ്റ്റഡി എടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയാണ്. ഏതായാലും അയാൾ ഇവിടെ കൊണ്ടുവരുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പക്ഷെ ഇതുവരെയും ഇവിടേക്ക് പ്രതിയെ എത്തിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ അറസ്റ്റ് വൈകുന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു, വലിയ നാണക്കേട് പോലീസിനുണ്ടാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ പോലീസ് ഊർജിതമായി പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം പ്രതിയെ ഇവിടെ കൊണ്ടുവരും എന്നതിന്റെ സൂചനകളാണ് നമുക്ക് നൽകാനുള്ളത്. ഒരു സ്ഥിരീകരണം പോലീസ് നൽകുന്നില്ല. സിറ്റി പോലീസ് കമ്മീഷനുമായും ഒക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇവിടേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഏതായാലും പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നത്. ജൂനിയർ അഭിഭാഷകയെ തന്റെ സഹപ്രവർത്തകയെ അതിക്രൂരമായാണ് ബെയിലിൻ ദാസ് മർദ്ദിച്ചത്. അയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ കണ്ടെത്താൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധം, അമർഷം ഉയർന്നിരുന്നു. ഇപ്പോഴേക്കും പ്രതി കസ്റ്റഡിയിലാണ്. അയാൾ അല്പസമയത്തിനകം അധികം വൈകാതെ ഈ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന്. എന്തായാലും ബെയിലിൻ ദാസിനെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും അരുണിനെ വിളിക്കാം. ദൃശ്യങ്ങളും ആ സമയത്ത് കിട്ടും.